ശബരിമല അയ്യപ്പനെ നോക്കി മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചവനും ശബരിമല പൂങ്കാവനം പുണ്യം പ്രവർത്തനമായി കരുതിക്കൊണ്ടിരുന്ന പുണ്യം പൂങ്കാവനം പദ്ധതി അട്ടിമറിച്ചവനും ഒറ്റ ദിവസം തന്നെ പണി കിട്ടി എന്നുള്ളത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. പുണ്യം പൂങ്കാവനം പദ്ധതി അട്ടിമറിച്ചത് മാത്രവുമല്ല, അന്ന് അവിടെ ആ ദിവസങ്ങളിൽ അവിടെ നിന്ന് ഭക്തന്മാരെ ഓടിച്ചിട്ട് തല്ലാൻ പോലീസ് നിർദ്ദേശം കൊടുത്തതും കൂടിയാണ് ഇദ്ദേഹം. ഇതൊരു വലിയ അതിശയം തന്നെയാണ്. എല്ലാവരും പറയും അയ്യപ്പൻ്റെ പിന്നെ എന്താ പറയുന്നത് ലീലാവിലാസങ്ങളാണ് എന്ന് എല്ലാവരും പറയും. അത് വിശ്വാസികൾക്ക് എങ്ങനെ വിശ്വസിക്കാം. എന്നാൽ പോലും അതിലൊരു നിയോഗമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ പറയുന്ന പി എസ് പ്രശാന്ത് സ്വർണ്ണക്കൊള്ള കേസിൽ അകത്തു പോകുന്നു. അയാളുടെ ബോർഡ് അംഗമായിരുന്ന അജികുമാറും രണ്ടുപേരും സ്വർണ്ണക്കൊള്ള കേസിൽ അകത്തു പോകുന്നു. ഞങ്ങൾ നിരപരാധികളാണ് എന്ന് അവർ നിലവിളിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് 2 ദിവസം പ്രസിഡന്റുമാർ അറസ്റ്റ് ആയി. അവരും ഇത് തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ നിരപരാധികളാണ്. ലോകത്ത് കള്ളം ചെയ്ത് എല്ലാവരും അങ്ങനെ പറയുള്ളൂ, ഞാൻ നിരപരാധി ആണെന്നല്ലേ പറയുള്ളൂ. ഒരുപക്ഷെ ആയിരിക്കാം, നമുക്ക് അറിയില്ല. അത് ഇതിനകത്ത് എന്താണ്, ഏത് തരത്തിലാണ്. ഈ പ്രശാന്ത് ചെയ്ത പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഈ കള്ളന്മാരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശാന്ത് ഇപ്പോൾ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. എന്ത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണെന്ന് ചോദിച്ചാൽ, കാരണം പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിൽ നിന്ന് അവിടെ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റിയ ശേഷം ആണ് CPM-ലേക്ക് ചാടുന്നത്. നമ്മൾ ഇന്നലെ ഒരു സ്റ്റോറി കൊടുത്തിരുന്നു, മറുനാടൻ്റെ വെബ് പേജിൽ ഒരു സ്റ്റോറി കൊടുത്തിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മാനസപുത്രനായിരുന്നു ഈ പ്രശാന്ത്. ഉമ്മൻചാണ്ടി നൽകാത്ത സഹായങ്ങളും സൗഭാഗ്യങ്ങളും പ്രശാന്തിനില്ല. ഒന്ന് ആലോചിക്കണം, 2021 തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അയാളെ സ്ഥാനാർത്ഥിയാക്കിയാണ്. അയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോഴൊക്കെ അയാളെ പല രീതിയിൽ വോട്ടെടുപ്പിന്റെ തലയ്ക്കും തലേ ദിവസം വരെ പൈസ കൊടുത്തോണ്ടായി. ഇയാളുടെ കുടുംബാംഗത്തിന് ജോലി പോലും കൊടുത്തു, ഇവരുടെ ജീവിതം പുഷ്ടിപ്പെടുന്നതിന് വേണ്ടി. പക്ഷെ ഇതെല്ലാം ഒരു രാത്രി കൊണ്ട് മറന്നിട്ടാണ് ഇയാൾ CPM-ലേക്ക് ചേക്കേറുന്നത്. നെറികളാണ് ആ മനുഷ്യൻ കാണിച്ചത്. ഉമ്മൻചാണ്ടി പോലെ ഒരാളുടെ അടുത്ത് ഇയാൾ കാണിച്ചത്. അപ്പോൾ ശരിക്കും ഉമ്മൻചാണ്ടിയുടെ കണ്ണ് നിറഞ്ഞു എന്നാണ്. ഇയാൾ പാർട്ടി വിടാൻ പോകണമെന്ന് അറിഞ്ഞ് വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരിക്കും, വേറെ ആളെ കൊണ്ട് വിളിപ്പിച്ചപ്പോൾ അയാൾ ഫോൺ എടുത്തിട്ട് ഞഞ്ഞ വർത്തമാനം പറയുകയും ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കണ്ണ് നിറഞ്ഞു എന്നാണ്. സത്യമല്ലേ അത്? എന്നിട്ട് മുഹമ്മദ് റിയാസുമായിട്ടുള്ള സൗഹൃദമാണ് ഇയാളെ CPM-ൽ എത്തിച്ചതെന്നാണ് പറയുന്നത്. അത് ഇയാൾ മറ്റേ യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനായിരുന്നപ്പോൾ അന്ന് പ്രതിപക്ഷ യുവാക്കളെ ഉൾപ്പെടുത്തുമല്ലോ. അത് റിയാസ് ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്നു, ഈ ഭരണസമിതി ഇതിൻ്റെ പിന്നെ യൂത്ത് വെൽഫെയർ ബോർഡിൽ. അപ്പോൾ ഇല്ല, യൂത്ത് കമ്മീഷൻ വെൽഫെയർ ബോർഡാണ്, യുവജനക്ഷേമ ബോർഡാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ഇവർ തമ്മിൽ വലിയ സൗഹൃദത്തിലാവുന്നത്. അപ്പോഴാണ് CPM-ൽ ചേർന്നാലുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ റിയാസിന് ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടിയല്ലോ, അതുപോലെ പ്രശാന്തിന് സൗഭാഗ്യങ്ങൾ കാത്തിരിക്കുന്നു പറഞ്ഞാണ്. അന്നൊരു ട്രെൻഡാണ്. എന്താണ്, CPM-ലേക്ക് കോൺഗ്രസിൽ നിന്നുള്ള ഒഴുക്കാണ്. മന്ത്രിയായ മരുമകനിലൂടെ ഒരുത്തനെ പിണറായി വിജയൻ കൊണ്ടുവരുമ്പോൾ പിണറായി വിജയൻ ഒരു SS ആണ്. മാത്രമല്ല ഇയാളുടെ റിയാസിന്റെ ശുപാർശയും ഉണ്ട്. അങ്ങനെയാണ് ഇയാൾ ദേവസ്വം ബോർഡ് നല്ല പോസ്റ്റ് കിട്ടിയത് പ്രശാന്തിനാണ്. ഈ മറ്റേ ഇവർക്കെല്ലാം കിട്ടിയത് ഒടയപ്പക്കിന്റെ ചെയർമാൻ സ്ഥാനം KPL. അയാൾ KPSC-യിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അയാൾക്ക് കിട്ടിയത് ഒരു ഡൂക്കിരി വകുപ്പാണ്, ഒടയപ്പക്കിന്റെ ചെയർമാൻ. അതുപോലെ റോസക്കുട്ടി ടീച്ചറിന് കിട്ടിയത് വനിതാ വികസന കോർപ്പറേഷൻ, ലതിക സുഭാഷിന് കിട്ടിയത് വനം വികസന കോർപ്പറേഷൻ. അത് ആ കുറഞ്ഞ സമയം കൊണ്ട് എൻ്റെ ഒഫീഷ്യൽ കാർ 16 കിലോമീറ്റർ കണ്ട് ഓടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ലതിക സുഭാഷ് അങ്ങോട്ട് കസേര ഇരുന്നതിന് തൊട്ട് പിന്നാലെ. ഈ പ്രശാന്തിന് സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ദൗർഭാഗ്യമായി മാറി. വീട് വെച്ചില്ലേ, അതിനെക്കുറിച്ചല്ല ഇനി അന്വേഷണം വരും. പിണറായി വിജയനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇയാള് മുഷ്ടി ഉരുട്ടിയാണ് അയ്യപ്പനെ വിളിച്ചത്. സ്വാമി ശരണം അയ്യപ്പ എന്നാണ് വിളിച്ചത്. അപ്പോൾ എന്താണ്, അയ്യപ്പൻ ഒരു വിപ്ലവകാരിയായിരുന്നു. വിപ്ലവമൊക്കെ അയ്യപ്പന് ഇഷ്ടമാണ്. പക്ഷേ അവിടെ ചെന്ന് നിന്ന് ഈ ഇമാതിരി പണി കാണിക്കും. വേറൊരുത്തന്നെ അവിടെ ചെന്ന് നിന്നിട്ട് അയ്യപ്പൻ ഇദ്ദേഹത്തിൻ്റെ കിണ്ടി മോഷ്ടിച്ച പോലായിരുന്നു പിണറായി വിജയൻ അവിടെ ചെന്ന് നിന്നത്. പിണറായി വിജയൻ ഇങ്ങനെ അയ്യപ്പനെ ഇങ്ങനെ ക്രുദ്ധനായിട്ട് നോക്കുകയാണ്, എന്നോട് കളിക്കാറായോ എന്നുള്ള രീതിയിൽ. ഇതൊക്കെ പക്ഷേ പുറത്തുള്ള പടമായിരുന്നു. അകത്ത് ഈ പുള്ളി ഉള്ളിലെ വികാര തള്ളിച്ച പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് കലിപ്പ് വരുത്തിയായിരിക്കും. ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ കരയാൻ മുമ്പ് നിന്നപ്പോഴേ അതുവല്ലോ ആയിരിക്കും. എല്ലാ അമ്പലങ്ങളിലും ഓടിച്ചില്ലേ, തമിഴ്നാട്ടിൽ വരെ പോയി ഭാര്യ മോളെ കൂടെ പ്രാർത്ഥിക്കുക. എന്താണെങ്കിലും PS പ്രശാന്ത് അവിടെ വന്നു, ഈ പറഞ്ഞ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതിന് കൂട്ടുനിന്നു. അവസാനം അദ്ദേഹം അറസ്റ്റിലാകുന്നു. ഇന്നലെ രാവിലെ അയാൾ അറസ്റ്റിലാകുന്നു. മാത്രമല്ല ഈ അറസ്റ്റ് ഒരു പ്രത്യേകതയുണ്ട്, വീട്ടിൽ ചെന്നാണ് അറസ്റ്റ് ചെയ്തത്. അതെ, സാധാരണ ചോദ്യം ചെയ്യാൻ വിളിച്ച് വരുത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്തത്. രാവിലെ 9 വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് ചേട്ടങ്ങി ഇറങ്ങി നമുക്ക് പോകാമെന്ന് പറഞ്ഞു, വണ്ടി കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. പക്ഷേ അതിന് മുമ്പ് പുള്ളി അറിഞ്ഞു
പുള്ളി അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. പുള്ളി അതുകൊണ്ട് നിലവിളി ശബ്ദം ഇട്ടു ഫേസ്ബുക്കിൽ. ശബ്ദം, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ എന്നെ കൊണ്ടുപോകാൻ വരൂ, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയതുമില്ല. ഇയാളെ പിടിക്കാൻ CPM വീട്ടിൽ തടാൻ ചെന്ന പോലീസ് ആരും ചെന്നില്ല. ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞ് ഇയാൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ EP ജയരാജൻ വന്നൊരു വെടി പൊട്ടിച്ചു. ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പ്രേരിതവും ഇല്ല. കുറ്റം ചെയ്തവൻ ജയിലിൽ പോകണമെന്ന് VN വാസവനും പറഞ്ഞു. ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയ പ്രേരിതവും ഇല്ല, ഞങ്ങൾ ഇതിനകത്ത് ഇടപെടാറില്ല. എന്ത് SITയുടെ നടപടിക്രമങ്ങളിൽ ഇടപെടാറില്ല. പക്ഷേ ഞങ്ങളിവിടെ ED വന്നാൽ ഞങ്ങൾ ഇടപെടും. പക്ഷേ SITയുടെ നടപടിക്രമം ഇപ്പൊ വാസവന്റെയും കടകംപള്ളിയുടെയൊക്കെ ചങ്കത്ത് ഒരു മുട്ട വെച്ചാൽ വേഗം. ഈ അണ്ണന്മാരും പുറകെ പോണമല്ലോ. ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ രാജിവെക്കണമെങ്കിൽ ഇവര് ഇവിടെ കേസ് പ്രതിയാണല്ലോ. അതാണ് പ്രശ്നം. CJP പറയുന്ന പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയത് ധർമ്മേന്ദ്ര പ്രധാനാണല്ലോ. അദ്ദേഹം അവിടെ രാജിവെക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഈ അണ്ണന്മാരെ പിടിച്ച് ജയിലിലിടണം. രണ്ട് മന്ത്രിമാരെ. അതെന്തായാലും നടക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും അങ്ങനെ പ്രശാന്തിൻ്റെ ചീട്ട് കീറി രാവിലെ കീറി വൈകുന്നേരം ആയപ്പോഴാണ് ഇന്നലെ കേരളം ഏറ്റവും അധികം സന്തോഷിച്ച വാർത്തയാണ്. തീർച്ചയായും അത് വളരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അറിയാം, ഏറ്റവും കേരളത്തിലുള്ള ഒരു ആഹ്ലാദിച്ചൊരു ദിവസമായിരുന്നു. കാരണം നമ്മളൊക്കെ ഇട്ട സ്റ്റോറികളുടെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ കാണണം. ഒരാൾ പോലും ഇയാളെ അനുകൂലിച്ച് പറയുന്നില്ല. ഒരാൾ. കാരണം ഒരു മനുഷ്യന് പിണറായി വിജയനേക്കാൾ കൂടുതൽ കേരളം വെറുക്കുന്ന ഒരു മനുഷ്യനായിട്ട് ചില ആളുകളെ ഈ വെറുപ്പ് വഴുതി പോകുന്ന വെറുപ്പ് വിലയ്ക്ക് വാങ്ങുന്ന ആളുണ്ടല്ലോ, അതിൽപ്പെട്ട തരത്തിലാണ് ഇയാൾ. അല്ല, ഇയാളെ ജനം ഇപ്പോഴാണ് ഏറ്റവും അധികം വെറുതെ. എന്താണെന്ന് അറിയാമോ? ശരിക്കും ഈ ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കുന്നതിൻ്റെ ആ വീഡിയോ ദൃശ്യങ്ങളുണ്ടല്ലോ, ഈ പിള്ളേരെ തല്ലുന്നതിന്, ആ വീഡിയോ ദൃശ്യങ്ങൾ വെച്ച് ഈ കോടതി വരെ ഇവിടെ അട്ടിമറിക്ക് കൂട്ടു നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്ന സമയത്ത് ആണ് ഈ പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു വരും. അപ്പോൾ അന്നേരമാണ് ജനങ്ങൾ പ്രതികരിക്കാൻ. മാത്രമല്ല ഈ രക്ഷാപ്രവർത്തനം മാത്രമല്ല, ഇയാളുടെ പേരിൽ വേറെ ഒരുപാട് കേസുകളുണ്ട്. ഇയാൾ നടത്തിയ ക്രമക്കേടുകൾ പലതിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ പിന്നീട് വേറെ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ പോലും ഇതിൽ ഒതുങ്ങുന്ന ഒരാളല്ല പുള്ളി. വലിയൊരു ഒരു ക്രിമിനൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ ഉടായ്പ ഒരുപാട് പേർക്ക് നടത്തി കൊടുത്തിട്ടുണ്ട്. ലാഭം ഇയാളെ പറ്റിയിട്ടുണ്ടോ നമുക്കറിയാം. അല്ല, ഇയാൾ ശബരിമല പോലീസ് കോർഡിനേറ്ററായി, സ്പെഷ്യൽ കോർഡിനേറ്ററായിട്ട് കുറേ നാൾ ഇയാൾ വിലസിയ സമയങ്ങളിലൊക്കെ തന്നെ വളരെ ഭീകരമായിട്ട് മൃഗീയമായിട്ട് ഈ ഭക്തരെ തല്ലുന്നുണ്ടായിരുന്നു. അതിന് ഇയാൾ കൊട പിടിച്ചു എന്നുള്ളതാണ്. ഒരു തവണ ഇതുപോലെ ഈ ബാരിക്കേഡ് തകർത്ത് വന്നവരെ ഇവർ പറഞ്ഞോ അടിച്ച സമയത്ത് ഇയാൾ അതിനെ ന്യായീകരിച്ച സംസാരിച്ചു. പിന്നെ ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇയാളുടെ കുരു പൊട്ടിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ പുണ്യം പൂങ്കാവനം പദ്ധതിയിലാണ് ഇയാൾക്ക് കുരു പൊട്ടിയത്. പുണ്യം പൂങ്കാവനം പദ്ധതി ADGP P വിജയന്റെ ഇതായിരുന്നു. അതായത് സന്നിധാനത്ത് വരുന്ന സെലിബ്രിറ്റി അവർ, എനിക്ക് തോന്നുന്നു ഈ പുട്ടപർത്തി മോഡലിലാണ് ഈ സംഭവം കൊണ്ടുവന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ പുട്ടപർത്തി പോകുന്നുണ്ട്. സായിബാബയുടെ ആശ്രമത്തിൽ അവിടെ ചെല്ലുന്ന ആൾക്കാർ ഒരാഴ്ച അവിടെ താമസിച്ചു സേവന പ്രവർത്തനങ്ങളില്ല. അതായത് അവിടുത്തെ പറമ്പും വീടും വൃത്തിയാക്കുക, കക്കൂസ് കഴിച്ചുക, ഭക്ഷണം ഉണ്ടാക്കുക, അവിടെ വരുന്ന ആൾക്കാരുടെ വസ്ത്രങ്ങൾ കഴുകുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരവിടെ സേവനമുണ്ട്. അങ്ങനെ ഈ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഇവിടുത്തെ വലിയ വലിയ ഉദ്യോഗസ്ഥർ പോകുന്നുണ്ട്. ഇന്ത്യ ഒട്ടാകെയുള്ള ആൾക്കാർ പോകുന്നുണ്ട്. ഈ പുട്ടപർത്തി സായിബാബ അതെന്തും ആയിക്കോട്ടെ, അദ്ദേഹത്തിനുള്ള വിശ്വാസവും അവിശ്വാസവും അതവിടെ നിൽക്കട്ടെ. പക്ഷെ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു രീതിയാണ് ഈ സേവന പ്രവർത്തനങ്ങൾ. ഈ സേവന പ്രവർത്തനങ്ങൾക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അതേ മാതൃകയിലാണ് പുണ്യം പൂങ്കാവനം പദ്ധതി ശബരിമലയിൽ നടപ്പിലാക്കിയത്. ഈ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മൻ കി ബാത്തിൽ ഇടം പിടിച്ചു പ്രധാനമന്ത്രിയുടെ. അദ്ദേഹം ഈ നരേന്ദ്രമോദി ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഈ മൻ കി ബാത്തിൽ ഇതേക്കുറിച്ച് പറയുകയും P വിജയനെ പേരെടുത്ത് പ്രശംസിക്കുകയും ചെയ്തു. മാത്രമല്ല പ്രധാനമന്ത്രി ഏതോ ചടങ്ങിലത്തേക്ക് കുറച്ചുപേരെ ക്ഷണിച്ച കൂട്ടത്തിൽ P വിജയന്റെ പേരുണ്ടായിരുന്നു. അയാളെ വിട്ടില്ല, അയാൾക്ക് അനുമതി കൊടുത്തില്ല. അതാണ് നമ്മുടെ ഇവരുടെയൊക്കെ പ്രൊഫഷണൽ ജലസി എന്നൊക്കെ പറയുന്നത് ഇതാണ്. അദ്ദേഹത്തിന് പോകാനുള്ള അനുമതി, നിങ്ങൾക്ക് പോകാൻ അനുവാദമില്ല എന്ന് പറഞ്ഞിട്ട് അനുമതി കൊടുക്കാതെയിരുന്നു. അപ്പോൾ ഇതിലാണ് ഇയാൾ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഇയാൾക്ക് കലിപ്പായത്. അങ്ങനെയാണ് ഈ P വിജയനെതിരെ രാജ്യദ്രോഹ കുറ്റം വരെ അയാൾ ചുമത്തിയത്. പ്രിയപ്പെട്ട അയ്യപ്പന് വേണ്ടി നല്ലാരെ മാത്രം ചെയ്ത ഒരു ഉദ്യോഗസ്ഥന് ഇയാൾ കൊടുത്ത പണിക്കുള്ള ശിക്ഷയും കൂടെയാണ്. അതെ, മനമൊരു P വിജയൻ അയ്യപ്പനെ വിളിച്ച് കാണണം. എന്താണെങ്കിലും ഇപ്പോൾ എന്ത് സംഭവിച്ചു? ക്രമസമാധാന ചുമതലയുള്ള കസേരയിലിരിക്കുന്നത് P വിജയൻ. ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം തുടരെ കേസുകൾ ഇയാൾക്കെതിരെ വരും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ കേസുകൾ വരുമ്പോൾ ഇയാളത് നേരിടാനൂടെ തയ്യാറാവണം. കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് ഇത് അയ്യപ്പൻ്റെ കളി തന്നെയാണ്. അയ്യപ്പനെ അവഹേളിച്ചു, അയ്യപ്പന് വേണ്ടി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനെ അപമാനിച്ചു. ഇപ്പോൾ തിരിച്ചെന്ത് സംഭവിച്ചു? P
പി വിജയൻ വീണ്ടും സന്നിധാനം ചീഫ് പോലീസ് കോർഡിനേറ്ററായി. അതിൻ്റെ ഒപ്പം തന്നെ ആ പുണ്യം പൂങ്കാവനം പദ്ധതി റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. എല്ലാം പഴയ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വരുന്നു. പ്രശാന്ത് അകത്ത് കടന്ന് കൈകാലിട്ടടിക്കുന്നു. അജിത്ത് അകത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നു. കാരണം ഇത് തിരുത്തിയ കേസിൽ ഇയാൾക്കെതിരെ FIR രാവിലെ മണക്കാട്ട് വീട്ടിലെ ആളെത്തും. സാറൊന്ന് ഇറങ്ങിക്കോ, നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറയും. അത്രയേ ഉള്ളൂ. ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്തായാലും അനുഭവിച്ചല്ലേ പറ്റൂ.